നമസ്കാരം. PQ ഇംഗ്ലീഷ് 2020യുടെ ആദ്യ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2000 മുതൽ 2020 വരെ PSC നടത്തിയിരിക്കുന്ന വിവിധ പരീക്ഷകളിൽ നിന്നും ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങൾ എടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു സീരീസാണ്. അതിൻ്റെ ആദ്യ ക്ലാസ്സാണ്. നമ്മുടെ ഓരോ സീരീസിലും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് 10 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യവും ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് മറ്റു വർഷങ്ങളിൽ ചോദിച്ചേക്കുന്ന മറ്റു ചോദ്യങ്ങൾ അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം കാണുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ ചെയ്ത് കാണിക്കും. അതേ പാറ്റേണിൽ അതേ മാതൃകയിൽ ചോദിച്ചിരിക്കുന്ന മറ്റു ചോദ്യങ്ങൾ അതോടൊപ്പം തന്നെ തരുന്നു. ആ ചോദ്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് തന്നെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ PQ ഇംഗ്ലീഷ് 2020യുടെ ആദ്യ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ഓരോ പാർട്ടും നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. Subscribe now and press the bell icon. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഇതാണ്. ഫ്യൂ അതർ സ്റ്റേറ്റ്സ് ആർ ആസ് ലിറ്ററേറ്റ് ആസ് കേരള. മോസ്റ്റ് സ്റ്റേറ്റ്സ് ആർ ആസ് ലിറ്ററേറ്റ് ആസ് കേരള. നോ അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ആസ് ലിറ്ററേറ്റ് ആസ് കേരള. മോസ്റ്റ് സ്റ്റേറ്റ്സ് ആർ മോർ ലിറ്ററേറ്റ് ദാൻ കേരള. ചോദ്യം കാണുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇത് ഏത് ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്? നമ്മൾ പഠിക്കുന്ന ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു സെൻറ്റൻസ് തന്നിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ അറിയാവുന്നവർക്കറിയാം. അതായത് ചോദ്യം ചോദിച്ചേക്കുന്നവർ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൽ മാറ്റം വരാതെ ഡിഗ്രി ചേഞ്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു ശരിയായ സെൻറ്റൻസ് ഈ 4 ഓപ്ഷനിലുണ്ട്. അത് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ചോദ്യം ഒന്ന് വിടുകയാണ്. ഇത് നമുക്കൊന്ന് ലളിതമായി പഠിക്കാൻ വേണ്ടി മറ്റൊരു സെൻറ്റൻസ് എടുത്ത് ഞാനൊന്ന് പറയുകയാണ്. നമുക്ക് നോക്കാം. ഞാൻ മറ്റൊരു സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. മുംബൈ ഈസ് ദ റിച്ചസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയേക്കുകയാണ്. മുംബൈ ഈസ് ദ റിച്ചസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. ഇനി ഒന്നാമത്തെ കാര്യം, ഈ ഒരു സെൻറ്റൻസ് ഏത് ഡിഗ്രിയുള്ള സെൻറ്റൻസാണ്? ഏത് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന ടോപ്പിക്ക് നമ്മൾ വിശദമായി പഠിക്കുകയാണെങ്കിൽ 3 ഡിഗ്രികളെ കുറിച്ചാണ് പറയുന്നത്. അതായത് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. പല അഡ്ജക്റ്റീവുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ വാക്കുകൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. റിച്ച്, റിച്ചർ, റിച്ചസ്റ്റ്, ബിഗ്, ബിഗർ, ബിഗസ്റ്റ്, ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ്. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതുപോലെ 3 തരത്തിൽ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്, അങ്ങനെ 3 ഡിഗ്രികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി നോക്കാം, ഈ ഒരു സെൻറ്റൻസ് ഏത് ഡിഗ്രിയാണ്? മുംബൈ ഈസ് ദ റിച്ചസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. തന്നിരിക്കുന്ന വാക്ക് നമ്മൾ കണ്ടു. ദ റിച്ചസ്റ്റ് എന്നുള്ളത് എന്തിനെ കാണിക്കുന്നു? സൂപ്പർലേറ്റീവിനെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അത് മനസ്സിലായല്ലോ. മുംബൈ ഈസ് ദ റിച്ചസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ എന്നുള്ളത് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇനി ഈ സെൻറ്റൻസിനെ നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ പലതായി ഒന്ന് മുറിക്കാൻ പോവുകയാണ്. ഓർത്തിരിക്കാൻ വേണ്ടി ഇതിനെ പല പാർട്ടുകളായിട്ട് ഞാനൊന്ന് തിരിക്കാനായിട്ട് പോവുകയാണ്. ഒന്ന്, മുംബൈ എന്നുള്ളത് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആണ്. മുംബൈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായിട്ട് എടുത്തു. ഈസ് എന്നുള്ളത് അവിടെ വെർബാണ്. ദ റിച്ചസ്റ്റ് എന്നുള്ളത് ആ സെൻറ്റൻസിലെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ കാണിക്കുന്ന വാക്കാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ കാണിക്കുന്ന പദമാണ്. അടുത്തത് സിറ്റി ഇൻ ഇന്ത്യ. അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ കാണിക്കുന്ന ഈ വാക്കിന് ശേഷം കിടക്കുന്ന ഭാഗം. ഈ സെൻറ്റൻസിൽ സിറ്റി ഇൻ ഇന്ത്യ 3 വാക്കുണ്ട്. അത് ചില സെൻറ്റൻസുകളിൽ 4 ആവാം, 5 ആവാം, 2 ആവാം, എത്രയെങ്കിലും ആയിക്കോട്ടെ. ആ സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്ന പദത്തിന് ശേഷം കിടക്കുന്ന വാക്കുകളെ എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഒറ്റ പേരിട്ടങ്ങ് വിളിക്കുകയാണ്. നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ അതിനെ ആ സെൻറ്റൻസിൻ്റെ ശേഷിക്കുന്ന ഭാഗം, ആ സെൻറ്റൻസിൻ്റെ ബാക്കി വരുന്ന ഭാഗം റിമൈനിങ് പാർട്ട് എന്നോ അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് എന്നോ എന്തെങ്കിലും വിളിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്, റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. ഓക്കെ, അങ്ങനെ 4 ആയിട്ട് തിരിച്ചു. സബ്ജക്റ്റ് ഉണ്ട്, വെർബുണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ കാണിക്കുന്ന വാക്കുണ്ട്, അതിൻ്റെ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ഉണ്ട്. ഒരു നോർമൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ സ്ട്രക്ചർ ഇതായിരിക്കും. ഏത് സൂപ്പർലേറ്റീവ് ഡിഗ്രി? നോർമൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചർ ഇതാണ്. കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. സെയിം സ്ട്രക്ചറിലാണ് കിടക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സബ്ജക്റ്റ് ഉണ്ട്, വെർബുണ്ട്, അതിനുശേഷം ദ മോസ്റ്റ് എന്നുള്ളത് എന്താണ്? ദ മോസ്റ്റ്
സൂപ്പർലേറ്റീവ് ഡിഗ്രി കാണിക്കുന്ന വാക്കാണ്. ശേഷം റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. അപ്പോൾ ഇങ്ങനെ ഏത് സെൻറ്റൻസ് ആയിക്കോട്ടെ അതിനെ നമുക്കിങ്ങനെ 4 ആയിട്ട് തിരിക്കാം. ഇനി ഇങ്ങനെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉള്ള ഒരു സെൻറ്റൻസിനെ അതിൻ്റെ മീനിങ്ങിൽ മാറ്റം വരുത്താതെ, അതിൻ്റെ അർത്ഥം നഷ്ടപ്പെടാതെ മറ്റ് ഡിഗ്രിയിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാനാവും എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. നോക്കാം നമുക്ക്. ഈ സൂപ്പർലേറ്റീവിൽ നിന്നും അടുത്തത് ഞാൻ ഇതിൻ്റെ കമ്പാരറ്റീവ് ഡിഗ്രിയിലേക്ക് ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. നോക്കാം. കമ്പാരറ്റീവ് ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഈ സ്ട്രക്ചറിൽ വരുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ തുടങ്ങുന്നത് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റിൽ തന്നെയാണ്. മാറ്റമൊന്നുമില്ല. സബ്ജക്റ്റ് കൊടുത്തു, ശേഷം മാറ്റമില്ല, വെർബ് തന്നെ. സബ്ജക്റ്റ് കൊടുത്തു, വെർബ് കൊടുത്തു. അടുത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയതുകൊണ്ട് സൂപ്പർലേറ്റീവാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേണ്ടത് കമ്പാരറ്റീവാണ്. നമ്മൾ എഴുതാൻ പോകുന്നത് കമ്പാരറ്റീവ് സെൻറ്റൻസാണ്. അപ്പോൾ ഈ സൂപ്പർലേറ്റീവിനെ കമ്പാരറ്റീവ് ഫോമിലേക്ക് മാറ്റി ദ റിച്ചസ്റ്റ് എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എന്തായി മാറി? അതിൻ്റെ കമ്പാരറ്റീവ് ഫോം എടുക്കുന്നു. ഇനി നമുക്കറിയാം കമ്പാരറ്റീവ് ഡിഗ്രി, ഒരു അഡ്ജക്റ്റീവിൻ്റെ കമ്പാരറ്റീവ് ഡിഗ്രിക്ക് ശേഷം എപ്പോഴും എന്തുണ്ടാകും? ദാൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. കമ്പാരറ്റീവ് ഡിഗ്രി ഉണ്ടോ അതിനോടുകൂടി ദാൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. എക്സെപ്ഷൻ നമ്മൾ പിന്നീട് ഈ ടോപ്പിക് വൈസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സിൽ പറയുന്നുണ്ടാവും. വരാത്ത സാഹചര്യം നോർമലി ഇങ്ങനെ വിചാരിക്കുക, ഒരു അഡ്ജക്റ്റീവിൻ്റെ കമ്പാരറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാൻ ഉണ്ടാവും. ഇവിടെ റിച്ചസ്റ്റ് എന്നുള്ളത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതിൻ്റെ കമ്പാരറ്റീവ് ഫോം റിച്ചർ എന്നുള്ളതാണ്. റിച്ചർ പ്ലസ് ദാൻ, റിച്ചർ ദാൻ. ഓക്കെ. അടുത്തത് എന്താണ്? റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസിന് മുമ്പ് 2 കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കാനായിട്ടുണ്ട്. ഇനി 2 കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായിട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഓർക്കുക, ഒന്നെങ്കിൽ അതിനുശേഷം എനി അതർ എന്നൊരു ഫ്രേസ് ഉണ്ടാവും. എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ എന്ന് ഉപയോഗിക്കാം. എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ. ഓക്കെ. ഇനി വരാനുള്ളത് റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ആണ്. തന്നിരിക്കുന്നതിലെ ഈ റെസ്റ്റ് ഓഫ് ദി പാർട്ട്, റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. അപ്പോൾ ഇത്രയുമാണ് ഏത് ഒരു കമ്പാരറ്റീവ് ഡിഗ്രിയുടെ സ്ട്രക്ചർ. നമുക്ക് നോക്കാം. സബ്ജക്റ്റായി, വെർബായി, കമ്പാരറ്റീവ് ഡിഗ്രി പ്ലസ് ദാനായി, എനി അതർ, ഓൾ അതർ. വീണ്ടും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? എനി അതർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, എനി അതർ ആണെങ്കിൽ ഈ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് അതേപോലെ എഴുതാം. എനി അതർ സിറ്റി ഇൻ ഇന്ത്യ. എനി അതർ ആണെങ്കിൽ എനി അതർ, ബാക്കി തന്നിരിക്കുന്നത് അതേപോലെ എനി അതർ സിറ്റി ഇൻ ഇന്ത്യ. ഇനി ഓൾ അതർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, രണ്ടായാലും കുഴപ്പമില്ല, ഓൾ അതർ ആണ് നമ്മുടെ ഓപ്ഷനിലുള്ളതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓൾ അതറിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ ആയിരിക്കണം. ഓൾ അതറിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ ആയിരിക്കണം. ഓൾ അതർ സിറ്റി ആയി മാറി സിറ്റി, സിറ്റീസ് എന്നായി മാറും. ഓൾ അതർ സിറ്റീസ് ഇൻ ഇന്ത്യ എന്നായിരിക്കണം. ഓൾ അതർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷമുള്ള നൗണ് പ്ലൂറൽ ആക്കാനായിട്ട് നോക്കുക. പ്ലൂറൽ നൗണേ വരികയുള്ളൂ. ഓക്കെ. നമുക്ക് ആദ്യം തന്നെ സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞ് നോക്കാം. മുംബൈ ഈസ് ദ റിച്ചസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരമാണ് മുംബൈ. എന്ന് പറഞ്ഞാൽ മുംബൈയേക്കാളും സമ്പന്നമായിട്ടുള്ള, റിച്ചസ്റ്റ് ആയിട്ടുള്ള മറ്റ് നഗരങ്ങളുണ്ട് എന്നാണോ അർത്ഥം? ഇല്ല. മുംബൈ ആണ് ഏറ്റവും സമ്പന്നമായ നഗരം. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരമാണ് മുംബൈ. അതാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇനി താഴോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും നോക്കാം. ഒന്ന്, സബ്ജക്റ്റ്, വെർബ്, കമ്പാരറ്റീവ് ഡിഗ്രി, ദാൻ, എനി അതർ, ഓൾ അതർ. ഈ രീതിയിലേക്ക് നമ്മൾ സെൻറ്റൻസിനെ ഒന്ന് മാറ്റി എഴുതാൻ ശ്രമിച്ചാൽ ഞാൻ ഇങ്ങനെ എഴുതും. മുംബൈ ഈസ് റിച്ചർ ദാൻ. മുംബൈ ഈസ് റിച്ചർ ദാൻ. 2 സാധ്യതയുണ്ട്. എനി അതർ സിറ്റി ഇൻ ഇന്ത്യ. അല്ലെങ്കിലോ എനി അതർ അല്ല ഞാൻ കൊടുക്കുന്നത്, ഓൾ അതർ ആണെങ്കിൽ ഓൾ അതർ. ഓൾ അതറിന് ശേഷം വരുന്ന നൗൺ നമ്മൾ പറഞ്ഞു. ഓൾ അതറിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ ആയിരിക്കണം. ഓൾ അതർ സിറ്റീസ് ഇൻ ഇന്ത്യ. ഓക്കെ. അപ്പോൾ 2 സാധ്യതയുണ്ട്. 2 രീതിയിൽ നമുക്ക് തന്നെ കമ്പാരറ്റീവ് ചെയ്യാനായിട്ട് പറ്റും. ഓർക്കുക, നമ്മൾ ഓർക്കേണ്ടത് ഈ സ്ട്രക്ചർ മാത്രമാണ്. ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് നിസ്സാരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓർക്കുക, എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ. ഈ എനി അതർ, ഓൾ അതർ കാണുന്നുണ്ടെങ്കിൽ അതേതായിരിക്കും? കമ്പാരറ്റീവ് ഡിഗ്രി ആയിരിക്കും. എനി അതറിന് ശേഷം വരുന്ന നൗൺ സിംഗുലർ ആണ്. ഓൾ അതറിന് ശേഷം കിടക്കുന്ന നൗൺ പ്ലൂറൽ ആണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം? മുംബൈ ഈസ് റിച്ചർ ദാൻ എനി അതർ സിറ്റി ഇൻ ഇന്ത്യ. എനി അതർ സിറ്റി. സോ ഇന്ത്യയിലെ മറ്റേത് നഗരത്തെക്കാളും സമ്പന്നമാണ് ഏത്? മുംബൈ. ഇന്ത്യയിലെ മറ്റേത് നഗരത്തെക്കാളും സമ്പന്നമാണ് മുംബൈ. ഇനി ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ? ഓൾ അതർ സിറ്റീസ് ഇൻ ഇന്ത്യ. മുംബൈ ഈസ് റിച്ചർ ദാൻ ഓൾ അതർ സിറ്റീസ്. ഇന്ത്യയിലെ മറ്റ് എല്ലാ നഗരങ്ങളെക്കാളും സമ്പന്നമാണ് മുംബൈ. അപ്പോൾ ഓർക്കുക, സെൻറ്റൻസ് വന്നപ്പോഴേക്കും ആദ്യം തന്നിരുന്ന സൂപ്പർലേറ്റീവായിട്ട് കമ്പയർ ചെയ്താൽ അർത്ഥത്തിൽ മാറ്റം വന്നിട്ടില്ല. മറിച്ച് എന്ത് മാത്രമേ മാറിയുള്ളൂ? അതിൻ്റെ ഡിഗ്രി മാത്രം മാറി, മീനിങ് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ സ്ട്രക്ചർ പഠിച്ചു, കമ്പാരറ്റീവ് ഡിഗ്രിയുടെ സ്ട്രക്ചർ പഠിച്ചു. സൂപ്പർലേറ്റീവായി, കമ്പാരറ്റീവായി. അടുത്തത് ഏതാണ്?
ഒരു പോസിറ്റീവ് ഡിഗ്രി. ഇനി ഇതിനെ വീണ്ടും നമ്മളൊരു പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും? എക്സാമ്പിൾ നമുക്ക് നോക്കാം. പോസിറ്റീവ് ഡിഗ്രിയാണ്. പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ തുടക്കം തന്നെ നമ്മൾ മറ്റൊരു ഭാഗം അങ്ങ് ചേർത്തിരിക്കുകയാണ്. ഒരു വാക്ക് നമ്മളെ കൂട്ടിയേക്കാണ്. ഏതാണ്? നോ അതർ എന്നുള്ള പാർട്ട് നമ്മളിൽ മേലത്തെ സെൻറ്റൻസിലെങ്കിലും ഇല്ല, നമ്മൾ കയ്യിൽ നിന്ന് ഇട്ട് കൊടുത്തതാണ് നോ അതർ. നോ അതറിന് ശേഷം റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. നോ അതർ പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. അതിനുശേഷം തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ വെർബ് നോക്കി. നോ അതർ, റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്, വെർബ്. വീണ്ടും ശ്രദ്ധിക്കണം, ആസ് അല്ലെങ്കിൽ സോ. ആസ് ഓർ സോ പ്ലസ് പോസിറ്റീവ് ഡിഗ്രി. ഇതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി. വീണ്ടും ആസ്, അവസാനം സബ്ജക്റ്റ്. ഇതാണ് സ്ട്രക്ചർ. സ്ട്രക്ചർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു സ്ട്രക്ചറുള്ള നമ്മുടെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് നോ അതർ സെൻറ്റൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നോ അതർ പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. ഏതാ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്? സിറ്റി ഇൻ ഇന്ത്യ. നോ അതർ സിറ്റി ഇൻ ഇന്ത്യ. നോ അതർ സിറ്റി ഇൻ ഇന്ത്യ. ശേഷം ഏതാണ്? വെർബാണ്. നോ അതർ സിറ്റി ഇൻ ഇന്ത്യ ഈസ്. ശേഷം ആസ് അല്ലെങ്കിൽ സോ. ഞാൻ ആസ് ഉപയോഗിക്കുകയാണ്. നോ അതർ സിറ്റി ഇൻ ഇന്ത്യ ആസ്. റിച്ചസ്റ്റ് എന്നുള്ളതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ഏതാണ്? നമുക്കറിയാം, റിച്ചർ, റിച്ചസ്റ്റ്. സോ റിച്ച് ആണ് പോസിറ്റീവ് ഡിഗ്രി. ആസ് റിച്ച്, വീണ്ടും ആസ് റിച്ച് ആസ്. സബ്ജക്റ്റ് ഏതാണ്? മുംബൈ. സോ നോ അതർ സിറ്റി ഇൻ ഇന്ത്യ ആസ് റിച്ച് ആസ് മുംബൈ. മുംബൈയെ പോലെ സമ്പന്നമായ മറ്റൊരു നഗരവും ഇന്ത്യയിലില്ല എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സെൻറ്റൻസിനും ഒരേ അർത്ഥമാണ്. അർത്ഥത്തിൽ മാറ്റം വന്നിട്ടില്ല. പിന്നെ എന്ത് മാത്രമേ മാറിയുള്ളൂ? ഡിഗ്രി മാറി. ഒരെണ്ണം സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, മറ്റേത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, അടുത്തത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ 3 സ്ട്രക്ചർ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കിട്ടിയ ചോദ്യത്തിൻ്റെ ഉത്തരം പെട്ടെന്ന് മനസ്സിലാകും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ എന്ത് വരുന്നു? എനി അതറും ഓൾ അതറും. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ എനി അതർ, ഓൾ അതർ. അപ്പോൾ എനി അതർ, ഓൾ അതർ കാണുന്നുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് എന്ന് വിചാരിക്കുക. അടുത്തത് നോ അതർ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പോസിറ്റീവ് ഡിഗ്രിയാണ്. എനി അതർ, ഓൾ അതർ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. നോ അതർ കാണുമ്പോഴേ പോസിറ്റീവ് ഡിഗ്രിയാണ്. മറക്കാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഓൾ അതറിന് ശേഷം വരുന്ന നൗൺ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. പലപ്പോഴും പരീക്ഷയ്ക്ക് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ അങ്ങനെ ഒരു തെറ്റ് നമ്മളായിട്ട് വരുത്തി വയ്ക്കാൻ സാധ്യതയുണ്ട്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ചിലപ്പോൾ എനി അതർ സിറ്റി എന്ന്, ഇപ്പോൾ തൽക്കാലം ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ എനി അതർ സിറ്റി എന്നും ഓൾ അതർ സിറ്റി എന്നും ഉണ്ടാവും. അപ്പോൾ ഓർക്ക് ഓൾ അതറിന് ശേഷം വരുന്നത് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഓപ്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ ഈ 3 സ്ട്രക്ചർ നമ്മൾ പഠിച്ചു വെക്കണം. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു തരത്തിലുള്ള ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ ചേഞ്ച് ചെയ്യുന്ന സാധ്യതയാണ്. മറ്റൊരു സാധ്യതയുണ്ട്, അത് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആ ടോപ്പിക്കിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് തന്നിരുന്ന ചോദ്യം ഇതായിരുന്നു, കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം. അതാണല്ലോ ചോദ്യത്തിൻ്റെ അർത്ഥം. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം. ഇനി നമുക്ക് തന്നിരുന്ന ഓപ്ഷൻ ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഓക്കെ, നമുക്കിനി നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു, ഒരു നോർമൽ, അതായത് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയുള്ള ഒരു സെൻറ്റൻസിനെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്കും പോസിറ്റീവ് ഡിഗ്രിയിലേക്കും മാറ്റുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റം നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് നോക്കാം. 1, ഫ്യൂ അതർ സ്റ്റേറ്റ്സ് ആർ ലിറ്ററേറ്റ് ആസ് കേരള. ഓപ്ഷൻ തെറ്റാണ്, വരില്ല. 2, മോസ്റ്റ് സ്റ്റേറ്റ്സ് ആർ ആസ് ലിറ്ററേറ്റ് ആസ് കേരള. അവിടെയും വരില്ല. നോ അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആസ് ലിറ്ററേറ്റ് ആസ് കേരള. ഓർക്കുക, ഒരു സൂപ്പർലേറ്റീവിലുള്ള, ഒരു സാധാരണ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുള്ള ഒരു സെൻറ്റൻസിനെ പോസിറ്റീവ് ഡിഗ്രിയിലാക്കുമ്പോഴാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മളത് പഠിച്ചു. നോ അതർ എന്ന വാക്ക്, നോ അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ആസ് ലിറ്ററേറ്റ് ആസ് കേരള. അതുപോലെ മോസ്റ്റ് സ്റ്റേറ്റ്സ് ആർ മോർ ലിറ്ററേറ്റ് ദാൻ കേരള. സോ ഓപ്ഷൻ എ, ബി, ഡി തെറ്റാണ്. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഡു യു തിങ്ക് ഹീ ഈസ് ഗെറ്റിംഗ് മോർ വേഴ്സർ ഡേ ബൈ ഡേ? 4 ഓപ്ഷൻ തന്നെ തന്നിരിക്കുകയാണ്. ഈ 4 ഓപ്ഷൻ കൂട്ടി വായിക്കുമ്പോൾ എന്താ? ഒരു സെൻറ്റൻസാണ്. ചോദ്യം ഇതാണ്, അതായത് ഈ സെൻറ്റൻസിലെ അല്ലെങ്കിൽ 4 ഓപ്ഷനിലെ ഏത് ഭാഗത്താണ് തെറ്റായ ഭാഗം കണ്ടുപിടിക്കുക. അറിയാവുന്ന ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഡു യു തിങ്ക് ഹീ ഈസ് ഗെറ്റിംഗ് മോർ വേഴ്സർ ഡേ ബൈ ഡേ? അപ്പോൾ ഇവിടെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഓപ്ഷൻ സി ആണ് ഉത്തരം. മോർ വേഴ്സർ എന്നുള്ളതാണ് ഇവിടുത്തെ തെറ്റായ ഭാഗം. എന്തുകൊണ്ട്? കാര്യം നിസ്സാരമാണ്.
വേഴ്സ് എന്നുള്ള വാക്ക് മോർ വേഴ്സർ എന്ന് നമ്മൾ പറയാറില്ല. കാരണം ഇതാണ് ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. ബാഡ് എന്ന വാക്കിൻ്റെ കമ്പാരറ്റീവ് ഫോം വേഴ്സ് ആണ്. സൂപ്പർലെറ്റീവ് വേഴ്സ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചോദ്യം വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആളുകൾ നമ്മുടെ ഒരു തെറ്റായ ധാരണയുടെ പുറത്ത് നമ്മൾ പഠിച്ചു വയ്ക്കാൻ സാധ്യതയുണ്ട്. വേഴ്സർ എന്നുള്ളത് ഒരു കമ്പാരറ്റീവ് ഡിഗ്രി ആണ്. വേഴ്സർ എന്നൊരു വാക്കൊരു കമ്പാരറ്റീവ് ഡിഗ്രി അല്ല. അപ്പോൾ വേഴ്സർ എന്ന് എവിടെ കണ്ടാലും ഓർക്കുക, അങ്ങനെയുള്ളത് തെറ്റായ പ്രയോഗമാണ്. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം തെറ്റാണ്. മോർ വേഴ്സർ എന്ന് നമ്മൾ പറയാറില്ല. PSC നടത്തിയേക്കുന്ന മറ്റ് പല പരീക്ഷകളിലും ഇത്തരത്തിൽ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. ഈ ഒരു വാക്ക് വേഴ്സ് എന്നൊരു വാക്ക് വേഴ്സർ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു നോർമൽ ടെൻഡൻസിയാണ്. കാരണം നമുക്കറിയാം ബിഗ്, ബിഗർ, ബിഗസ്റ്റ്. സോ ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ്. ലാർജ്, ലാർജർ, ലാർജസ്റ്റ്. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി കിട്ടാൻ വേണ്ടി ERഉം സൂപ്പർലേറ്റീവ് ഡിഗ്രി കിട്ടാൻ വേണ്ടി ESTയും ചേർന്നു. ഗ്രേറ്റസ്റ്റ്, ബിഗ്ഗസ്റ്റ്, ടോളസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ ERഉം ESTയും ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പറഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു ഫ്ലോ ഒക്കെ ഉണ്ടാവും. പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകുക, അങ്ങനെ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തെറ്റിപ്പോകാനൊരു സാധ്യതയുണ്ട് എന്നുള്ളത് ചോദ്യം ഇടുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സാധ്യത. വേഴ്സർ എന്നൊരു വാക്ക് എവിടെ കണ്ടാലും തെറ്റാണ് എന്ന് ഓർക്കാം. ഇനി നമുക്ക് ഓർക്കാം, ഇനി ഒരു ചോദ്യം നിങ്ങൾ കാണുമ്പോൾ അവിടെ വേഴ്സർ എന്നൊരു വാക്കുണ്ടോ, അപ്പോഴേ മനസ്സിൽ വരണം ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ് ആണ്. അവിടെ വേഴ്സർ എന്നൊരു വാക്ക് ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ സെയിം അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്ന മറ്റൊരു ചോദ്യമാണ് നമ്മൾ അടുത്തത് കാണാനായിട്ട് പോകുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ദിസ് റൂം ഈസ് ഡാഷ് ദാൻ അതർ. 2014 PSC ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. വീണ്ടും നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ തന്നെ ഒരു ചോദ്യമാണ്. ദിസ് റൂം ഈസ് ഡാഷ് ദാൻ അതർ. അപ്പോൾ ഓർത്തേ, ഈ ഡാഷിന് ശേഷം ദാൻ വരുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വിചാരിക്കാം, ഡാഷിന് ശേഷം ദാൻ വരുന്നുണ്ടെങ്കിൽ ആ ഡാഷ് എപ്പോഴും എന്തായിരിക്കണം? ഒരു കമ്പാരറ്റീവ് ഡിഗ്രി ആയിരിക്കണം. നോർമലി അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. 100% അങ്ങനെ ആവുമെന്ന് പറയുന്നില്ല. എക്സെപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ടോപ്പിക് എടുക്കുന്ന ക്ലാസ്സിലാണ് പറയുന്നത്. എക്സെപ്ഷൻ അല്ല, ഒരു നോർമലി കമ്പാരറ്റീവ് ഡിഗ്രിക്ക് ശേഷമാണ് തന്നിരിക്കുന്നത്. കമ്പാരറ്റീവ് ഡിഗ്രി ആണെങ്കിൽ അതിനുശേഷം ദാൻ ആവും. ഇനി തന്നിരിക്കുന്ന ഡാഷിന് മുൻപ് ദ വരുന്നുണ്ടെങ്കിൽ ഈ ഡാഷ് ഏതാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാൻ മേലെ. ഡാഷിന് ശേഷം ദാൻ കിടപ്പുണ്ടെങ്കിൽ ഇതെന്തേ വരൂ? ഇവിടെ ഒരു കമ്പാരറ്റീവ് ഡിഗ്രിയെ വരൂ. ഓക്കെ, ഈ ഡാഷിന് മുൻപ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഉണ്ടെങ്കിൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ കാണിക്കുന്ന പദവുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദിസ് റൂം ഈസ് ഡാഷ് ദാൻ അതർ. ഇവിടെ നമുക്ക് വേണം, ഏത് വേണം? കമ്പാരറ്റീവ് ഡിഗ്രി വേണം. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷനിലെ കമ്പാരറ്റീവ് ഡിഗ്രി ഏതാണെന്ന് നോക്കിയാൽ പോരെ. തന്നിരിക്കുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കി. സെയിം, വേഴ്സ്റ്റ്, വേഴ്സ്, വേഴ്സർ. തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞതാണ് വേഴ്സ് എന്നൊരു വാക്ക് പലപ്പോഴും പല പരീക്ഷകളിൽ PSC നടത്തിയേക്കുന്ന ഒരുപാട് പരീക്ഷകളിൽ നമുക്ക് ഓപ്ഷനായി തന്നിരിക്കുന്ന ഒരു വാക്കാണ് ഈ വേഴ്സ്, വേഴ്സർ, വേഴ്സ്റ്റ്. കാരണം ഇവിടെ എല്ലാം എന്താ പറ്റും? വേഴ്സർ എന്നൊരു വാക്ക് പല ആളുകൾ ഇവിടെ കുത്തും. വേഴ്സർ എന്നുള്ളത് കമ്പാരറ്റീവ് ഡിഗ്രി ആണ് എന്ന് കരുതി തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി. ഓർക്കുക, വേഴ്സർ എന്നുള്ളത് തെറ്റാണ്. അങ്ങനെ ഒരു വാക്കില്ല. നമ്മൾ പറഞ്ഞു ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. വേഴ്സ് എന്നുള്ളതാണ് കമ്പാരറ്റീവ് ഡിഗ്രി. സോ ദിസ് റൂം ഈസ് വേഴ്സ് ദാൻ അതർ. സോ ആൻസർ ചെയ്ത് വരുന്നു ഓപ്ഷൻ സി ആണ്, വേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ ഈ ഒരു കാര്യം വേഴ്സ് എന്നൊരു വാക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എവിടെ കണ്ടാലും വേഴ്സർ എന്നൊരു വാക്ക് എവിടെ കണ്ടാലും ഓർത്തുകൊള്ളുക, അതിനവിടെ സാധ്യതയില്ല, തെറ്റാണ്. നമ്മളെ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം എന്ന് വിചാരിച്ചോളുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. സോ ഐ ഫീൽ ഡാഷ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ്. ഐ ഫീൽ ഡാഷ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ്. LDC 2003 നടന്ന പരീക്ഷയിലെ ചോദ്യമാണ്. 2003 ഒരു ചോദ്യമാണ്. ഐ ഫീൽ ഡാഷ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ ഇവിടെയും നമുക്ക് ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്, നന്ന് നമ്മുടെ ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ PSC ഓർക്കുക, അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ വാക്കാണ് ഈ ബാഡ് എന്ന വാക്കും അതിൻ്റെ ബാക്കി ഫോംസും. ഐ ഫീൽ ഡാഷ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ് ഏതായിരിക്കും ആൻസർ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ എന്തിനെങ്കിലും കമ്പയർ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിക്കുന്ന ആദ്യ സമയത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന ഇതാണ്. ഒന്നിനെയും കമ്പയർ ചെയ്യുന്നില്ല, കമ്പാരിസൺ നടക്കുന്നില്ലെങ്കിൽ പോസിറ്റീവ് ഡിഗ്രി. രണ്ട് വസ്തുക്കളെയോ രണ്ട് വ്യക്തികളെയോ തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രി. രണ്ടിൽ കൂടുതലാണ് കമ്പാരിസൺ എങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കമ്പാരിസൺ നടക്കുന്നില്ല, കമ്പയർ ചെയ്യുന്നില്ല, ഒന്നിനെക്കുറിച്ചും കമ്പയർ ചെയ്യുന്നില്ല. ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കമ്പാരിസൺ അല്ല.
ഓക്കെ, അതുകൊണ്ട് തന്നെ ഏതായിരിക്കും? പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കും. സോ തന്നിരിക്കുന്ന ഓപ്ഷനിലെ പോസിറ്റീവ് ഡിഗ്രി ഏതാണ്? ബാഡ് ആണ്. ബാഡിൻ്റെ കമ്പാരിറ്റീവ് ആണ് വേഴ്സ്, സൂപ്പർലേറ്റീവ് ആണ് വേഴ്സ്റ്റ്. സോ ബാഡ് എന്നുള്ള പോസിറ്റീവ് ഡിഗ്രിയാണ് ഇവിടെ നമ്മൾ വരുന്നത്. ഐ ഫീൽ ബാഡ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ്. ഐ ഫീൽ ബാഡ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ്. സോ ആൻസർ ഏതാണ്? ബാഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. ഹി സെയ്സ് ഐ ആം വെരി ബിസി. ഹി സെയ്സ് ഐ ആം വെരി ബിസി. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഹി സെയ്സ് ദാറ്റ്, ഹി വാസ് വെരി ബിസി, ഹി സെഡ് ദാറ്റ്, ഹി വാസ് ബിസി, ഹി സെഡ് ദാറ്റ്, ഹി സെയ്സ് ദാറ്റ്. ചോദ്യം കാണുമ്പോഴേ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ ചോദ്യം ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്? എവിടെ നിന്ന് ചോദിച്ചിരിക്കുന്നതാ? റിപ്പോർട്ടഡ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി ഈ ചോദ്യം കണ്ടപ്പോഴേ ഞാൻ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തി, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉത്തരം ഏതാണ് എന്ന് എങ്ങനെ ചിന്തിച്ചു, ആ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നോക്കാം നമുക്ക്. റിപ്പോർട്ടർ സ്പീച്ചിലേക്ക്, നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സെൻറ്റൻസ് തരുമ്പോൾ ആ സെൻറ്റൻസിന് 2 ഭാഗം ഉണ്ടാവും. ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് കയറി മുറിച്ച് നോക്കിയാലോ. സോ ഹീ സെയ്സ് ഐ ആം വെരി ബിസി. നോക്കിക്കേ, ആദ്യ ഭാഗത്തിന് ശേഷം ഒരു കോമയുണ്ട്, അതിനുശേഷം മറ്റൊരു ഭാഗം ഇതുപോലെ ഈ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഇതിനെ ഞാൻ 2ആയിട്ട് വിളിക്കുകയാണ്, 2 പാർട്ടായിട്ട് തിരിക്കുകയാണ്. ഈ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ആ സെൻറ്റൻസിനെ 2 ഭാഗമായി തിരിക്കുകയാണ്. ആദ്യത്തേതിനെ ഞാൻ റിപ്പോർട്ടിംഗ് പാർട്ടെന്നും രണ്ടാമത് ഈ ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന ഈ ഭാഗത്തിനെ സ്പീച്ച് പാർട്ടെന്നും വിളിക്കുന്നു. അപ്പോൾ അതാണ് റിപ്പോർട്ടിംഗ് പാർട്ടും ഉണ്ട്, സ്പീച്ച് പാർട്ടും ഉണ്ട്. റിപ്പോർട്ടിംഗ് പാർട്ടിലേക്ക് നോക്കിയാൽ അവിടെ ഒരു വെർബ് ഉണ്ടാവും. കണ്ടോ, സെയ്സ് എന്നൊരു വെർബ് കിടക്കുന്നു. സ്പീച്ച് പാർട്ട് എപ്പോഴും ഈ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിലാണ്. സ്പീച്ച് പാർട്ട് എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്, മറ്റാരുടെയോ വാക്കുകളാണ് എന്നുള്ളതാണ്. ആരെങ്കിലും പറഞ്ഞിരിക്കുന്നത് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. ആരോ പറഞ്ഞു, ഇവിടെ ആരാണ്? അവൻ പറഞ്ഞു, അവൻ പറയുന്നു, അവൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആര്? ഹീ സെയ്സ് ഐ ആം വെരി ബിസി. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ് ഓർക്കുക. ഒന്ന് റിപ്പോർട്ടിംഗ് പാർട്ട്, രണ്ടാമത്തേത് സ്പീച്ച് പാർട്ട്. റിപ്പോർട്ടിംഗ് പാർട്ടിൽ ഒരു വെർബുണ്ട്, ആ വെർബിനെ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് വിളിക്കുന്നു. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? സെയ്സ് എന്നുള്ളതാണ്. റിപ്പോർട്ടിംഗ് വെർബ് സെയ്സ്. ഇനി ഓർക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിലെ റിപ്പോർട്ടിംഗ് പാർട്ടിൽ കിടക്കുന്ന വെർബ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ, റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റിലാണെങ്കിൽ എന്താണ്? റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ഭാഗത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടെൻസിൽ മാറ്റമുണ്ടാവാൻ പാടില്ല. ഓർക്കാൻ മേലെ, റിപ്പോർട്ടിംഗ് പാർട്ടിലെ വെർബ് പ്രസൻറ്റ് ടെൻസിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും എന്താണ്? വെർബിൽ, അതായത് ഈ ഭാഗത്തിൻ്റെ ടെൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത്ര ഓർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ കിട്ടും. അതായത് നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അത്രയും നോക്കിയാൽ മതി. ഇവിടെ സെയ്സ് എന്ന് പ്രസൻറ്റ് കിടക്കുന്നുണ്ട്, ഈ ഭാഗത്തിന് മാറ്റമില്ല, അതിൻ്റെ ടെൻസിൽ മാറ്റം വരാൻ പാടില്ല. ഓക്കെ, നോക്കാം. ഓപ്ഷൻ എ, ഹീ സെയ്സ് ദാറ്റ് ഹി വാസ് വെരി ബിസി. സോ ഹീ സെയ്സ് ഇവിടെ പ്രസൻ്റ് ആണ്, പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്തായി? വാസ് വന്നു, അതുകൊണ്ട് തെറ്റിപ്പോയി. സോ ഹീ സെഡ് ദാറ്റ്. എന്തിനാ സെഡ് വരുന്നത്? സെയ്സ് ആണ് റിപ്പോർട്ടിംഗ് വെർബ്, അപ്പോൾ അതുകൊണ്ട് അതും വരില്ല, ഓപ്ഷൻ തെറ്റിപ്പോയി. അടുത്തത് ഹീ സെഡ് ദാറ്റ്, വീണ്ടും ഏതാണ്? സെഡ് ആണ്. സെയ്സ് ആണ് റിപ്പോർട്ടിംഗ് വെർബ്, റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ മാറ്റുന്നില്ല, അതും തെറ്റിപ്പോയി. ഓപ്ഷൻ ഡിയിലേക്ക് എത്തി. ഹീ സെയ്സ് ദാറ്റ് ഹി ഈസ് വെരി ബിസി. സോ റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റിലാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഭാഗവും, അതായത് ഈ സ്പീച്ച് പാർട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതും അതേ ടെൻസിൽ തന്നെയുള്ളൂ, ഇതിൻ്റെ ടെൻസ് മാറ്റാൻ പാടില്ല. ഇവിടെ പ്രസന്റ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പ്രസന്റ് ആയിരിക്കണം, ഇവിടെ പാസ്റ്റ് ആണെങ്കിൽ ഇവിടെയും പാസ്റ്റ് ആയിരിക്കണം, ടെൻസ് മാറ്റുന്നില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. സോ ഹീ സെയ്സ് ദാറ്റ് ഹി ഈസ് വെരി ബിസി. നമുക്ക് അങ്ങനെ ആൻസർ കിട്ടും. അപ്പോൾ ഈ ചോദ്യം ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അറിയേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇതിൻ്റെ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണെന്ന് നോക്കി, റിപ്പോർട്ടിംഗ് വെർബിൻ്റെ ടെൻസ് ഏതാണെന്ന് നോക്കി. റിപ്പോർട്ടിംഗ് വെർബിൻ്റെ ടെൻസ് ഏതാണ്? ഈ 2 കാര്യങ്ങൾ അറിയാൻ പറ്റുമെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബിൻ്റെ ടെൻസ് പ്രസന്റ് ആണ്, അതുകൊണ്ട് എന്താണ്? സ്പീച്ച് പാർട്ടിലേക്ക് ചേഞ്ച് ഉണ്ടാവുന്നില്ല, അതിൻ്റെ ടെൻസിൽ മാറ്റം ഉണ്ടാവുന്നില്ല. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കി, അങ്ങനെ ഇതിൻ്റെ ഉത്തരവും കിട്ടി. ഇനി ഇതേപോലെ വരുന്ന മറ്റു ചോദ്യം നമുക്ക് നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. പ്രദീപ് സെയ്സ് ഐ ആം ഗോയിങ് എബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ്. പ്രദീപ് സെയ്സ് ഐ ആം ഗോയിങ് എബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ്. ഈ ചോദ്യം ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതാണ്. നോക്കാം. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞത് ഓർക്കുക. നമ്മൾ നോക്കി, ചോദ്യം കണ്ടപ്പോൾ നമ്മൾ നോക്കി, എവിടെ നോക്കി? ഇതിൻ്റെ റിപ്പോർട്ടിംഗ് വെർബിലേക്ക് നോക്കി. റിപ്പോർട്ടിംഗ് വെർബ് സെയ്സ് ആണ്, പ്രസൻറ്റിലാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്പീച്ച് പാർട്ട് ഏത് ടെൻസിലാണോ തന്നിരിക്കുന്നത് അതേ ടെൻസിലേതേ വരുള്ളൂ, അതിൽ മാറ്റം ഉണ്ടാവുന്നില്ല. ഇതേത് ടെൻസാണ്? പ്രസൻറ്റാണ്, ഇവിടെയും മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പോൾ നോക്കിക്കേ, റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റിലാണെങ്കിൽ ശേഷം അതിൻ്റെ ബാക്കി ഭാഗവും അങ്ങനെ തന്നെയായിരിക്കും, അതേ ടെൻസിൽ തന്നെയായിരിക്കും. നമ്മൾ നോക്കുകയാണ്, പ്രദീപ് സെഡ് ദാറ്റ് ഹി വാസ്, തെറ്റിപ്പോയി.
അടുത്ത് നോക്കി, പ്രദീപ് സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് അബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ്. അവിടെയും സെഡ് തെറ്റാണ്. പ്രദീപ് സെയ്സ് ദാറ്റ്, സെയ്സ് ഓക്കെയാണ്. ദാറ്റ് ഹി വുഡ് വന്നപ്പോൾ തെറ്റിപ്പോയി. വുഡ് പാസ്റ്റ് ഫോമിനെ കാണിച്ചു, അതും തെറ്റിപ്പോയി. പ്രദീപ് സെയ്സ് ദാറ്റ് ഹി ഈസ് ഗോയിങ് അബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ്. സോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, നോക്കുക, ഇവിടെയും നമ്മൾ ആദ്യം പഠിച്ച അതേ രീതിയിൽ തന്നെയാണ്. സോ റിപ്പോർട്ടിംഗ് വെർബിലേക്ക് നോക്കി, റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ആണ് എന്ന് മനസ്സിലായാൽ അത് ശേഷം വരുന്ന ഭാഗവും പ്രസന്റ് ആയിരിക്കും. അത്ര നോക്കിയാൽ മതി. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ആണെങ്കിൽ അത് ശേഷം വരുന്ന ഭാഗം പ്രസന്റിൽ തന്നെ നോക്കണം. ആ തന്നിരിക്കുന്ന റൂള് ഫോളോ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അങ്ങനെ ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ 7ാമത്തെ ചോദ്യം ഇതാണ്. ദ ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് ഡാഷ് നോട്ട് ഗുഡ്. ദ ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് ഡാഷ് നോട്ട് ഗുഡ്. ഓപ്ഷൻ തന്നിരിക്കുന്നു. ഓപ്ഷൻ എ ആർ, വേർ, വാസ്, നൺ. ഏതായിരിക്കും? 2018 നടന്ന സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ചോദ്യമാണ്. ഓക്കെ, ചോദ്യം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇത് ഏത് ഭാഗത്തു നിന്നുള്ളതാണ്? നമ്മുടെ കോൺകോഡ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. നോക്കാം നമുക്ക്. ദ ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് ഡാഷ് നോട്ട് ഗുഡ്. ഈ ഒരു ചോദ്യം പലപ്പോഴും പല ആളുകളും സംശയം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ചോദ്യത്തിൽ അറിയാവുന്നവർക്കറിയാം, നമുക്കറിയാം. അതായത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ അവിടെ വെർബ് സിംഗുലർ ആണ്, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആണ്. ഇനി ചോദ്യം ഇതാണ്, ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഏതാണ്? ബാറ്റ്സ് ആണോ? ബാറ്റ്സ് എന്നുള്ളത് പ്ലൂറൽ ആയിട്ട് നമ്മൾ എടുക്കുന്നു. ക്വാളിറ്റി ആണോ? അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ സബ്ജക്റ്റ് ഏതാണ്? ദ ക്വാളിറ്റി ആണ്. ദ ക്വാളിറ്റി ഡാഷ് നോട്ട് ഗുഡ്. ദ ക്വാളിറ്റി ആരാണോ? ക്വാളിറ്റി വേർ ആണോ? ക്വാളിറ്റി വാസ് ആണോ? ദ ക്വാളിറ്റി വാസ് ആണ്. അതായത് ഈ ഓഫ് ബാറ്റ്സ് എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ട. ഈ ഓഫിന് ശേഷം കിടക്കുന്ന പ്ലൂറൽ നൗണെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സെൻറ്റൻസിൻ്റെ റിയൽ സബ്ജക്റ്റ് ആദ്യം തന്നിരിക്കുന്നതാണ്. ഈ ഓഫിന് ശേഷം കിടക്കുന്നത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓഫിന് ശേഷം കിടക്കുന്നത് പലപ്പോഴും പ്ലൂറൽ ആണ്. അപ്പോൾ നമ്മൾ ബാറ്റ്സ് വാസ് നോട്ട് ഗുഡ് എന്ന് ചിന്തിക്കാൻ പോയാൽ തെറ്റിപ്പോകും. ഓർക്കുക, ദ റിയൽ സബ്ജക്ട് ഓഫ് ദ സെൻറ്റൻസ് ഏതാണ്? ആദ്യം കിടക്കുന്ന ഭാഗമാണ്. ദ ക്വാളിറ്റി വാസ് നോട്ട് ഗുഡ്. സോ ആൻസർ ഏത് വരുന്നു? വാസ് വരുന്നു. തെറ്റിപ്പോകരുത്. ബാറ്റ്സ് എന്നുള്ളതല്ല സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. ബാറ്റ്സ് പ്ലൂറൽ ആണ് എന്ന് കരുതി പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എന്ന് വിചാരിക്കരുത്. ഇതേപോലെ തന്നെ 2003 LDCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. സെയിം ടൈപ്പാണ്. നമുക്ക് നോക്കാം. ഏതായിരുന്നു? ദിസ് ബോക്സ് ഓഫ് പെൻസ് ഡാഷ് വെരി ന്യൂ. ദിസ് ബോക്സ് ഓഫ് പെൻസ് ഡാഷ് വെരി ന്യൂ. ഇവിടെയും ഓപ്ഷൻ എ, വേർ, ആർ, ഈസ്, ഹാവ് ബീൻ. ചോദ്യം കാണുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു ഓഫിന് ശേഷം വരുന്ന ഭാഗം നമ്മൾ നോക്കേണ്ടല്ല. ഓഫിന് ശേഷം വരുന്നത് പെൻസ് ആണ്. പക്ഷേ പെൻസ് പ്ലൂറൽ ആണ് എന്ന് നമ്മൾ വിചാരിച്ച് പ്ലൂറൽ വെർബിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. റിയൽ സബ്ജക്റ്റ് ആദ്യം കിടക്കുന്നത് ഏതാണ്? ദിസ് ബോക്സ്. ദിസ് ബോക്സ് സിംഗുലർ ആണ്. സോ ദിസ് ബോക്സ് ഈസ്. ദിസ് ബോക്സ് ഈസ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സെൻറ്റൻസ് കാണുമ്പോഴേ ആ സെൻറ്റൻസിൻ്റെ റിയൽ സബ്ജക്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമ്മൾ നോക്കി. ഇവിടുത്തെ റിയൽ സബ്ജക്റ്റ് ഇതാണ്, അത് സിംഗുലർ ആണ്. സോ വെർബ് സിംഗുലറായി. ഇവിടെയും റിയൽ സബ്ജക്റ്റ് ഇതാണ്, വെർബ് സിംഗുലറായി. ഓഫിന് ശേഷം കിടക്കുന്നൊരു പദമുണ്ട്, അത് പ്ലൂറൽ ആയിക്കോട്ടെ, ഒരു പ്രശ്നവും ഇല്ല. നമ്മളത് പരിഗണിക്കേണ്ട കാര്യം ഉണ്ടാവുന്നില്ല. ഓക്കെ, 2 ചോദ്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. നോബഡി ട്രീറ്റ്സ് മീ വെൽ. Nobody treats me well dash comma dash question mark. LDC 2017 ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ നോക്കുമ്പോഴേ നമുക്ക് സംഭവം എവിടെ നിന്നാണെന്നുള്ളത് മനസ്സിലാവും. ഡോൺ ദേ, ഹാവ് ദേ, ഡു ദേ, ഹാവിൻ്റ് ദേ. ഓപ്ഷൻ കണ്ടു, അപ്പോഴേ മനസ്സിലായി ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടാഗ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചോദ്യം കാണുമ്പോഴേ എങ്ങനെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സോ നോബഡി ട്രീറ്റ്സ് മീ വെൽ. നമ്മൾ നോക്കി തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗാണ് എന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉത്തരം എത്താൻ പറ്റുന്ന കാര്യമാണ്. ശ്രദ്ധിച്ച് നോക്കുക. നോബഡി ട്രീറ്റ്സ് മീ വെൽ. നമ്മൾ നോക്കി തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് കിടപ്പുണ്ടോ എന്ന് നോക്കി. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ? ഇല്ല. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ മെയിൻ വെർബ് നമ്മൾ എടുക്കുകയാണ്. മെയിൻ വെർബ് ഏതാണ്? ട്രീറ്റ്സ് ആണ്. ട്രീറ്റ്സ് എന്നുള്ളത് ഒരു സിംഗുലർ വെർബാണ്. ട്രീറ്റ്സ് എന്നുള്ളത് സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ട്രീറ്റ്സ് എന്ന വെർബിന് പകരം നമ്മൾ ഡസ് എന്ന ഓക്സിലറി ഇട്ട് കൊടുക്കുന്നു. ഡസ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് നമ്മൾ നോക്കി. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഇത് നെഗറ്റീവ് സെൻറ്റൻസാണ്. കാരണം എന്താ? നോബഡി എന്ന വാക്ക് കിടക്കുന്നതുകൊണ്ട് സെൻറ്റൻസ് നെഗറ്റീവാണ്. സോ ഡസ് വന്നിരിക്കുന്നു. നോബഡി ഉള്ളത് കൊണ്ട് നെഗറ്റീവാണ്. അതുകൊണ്ട് നമ്മളിതിനെ ടാഗിനെ നെഗറ്റീവ് ആക്കുന്നില്ല. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 3ാമത്തെ കാര്യം ഇതാണ്. സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഏതാണ്?
സബ്ജക്റ്റ് നോബഡിയാണ്. നോബഡി എന്ന വാക്കിന് പകരം നമ്മൾ ടാഗിൽ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ഏതായിരിക്കണം? they ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണ്? ഡസ് they എന്നാണ്. പക്ഷേ ഇവിടെ ഒരു തെറ്റുണ്ട്. ഡസ് they എന്നുള്ളത് വരാൻ പാടില്ല. ഇനി ഡസ് they എന്ന് കിട്ടുമ്പോൾ ഓർത്തേ, they ഡസ് എന്ന് നമ്മൾ പറയാറില്ല. കാരണം they പ്ലൂറലും ഡസ് സിംഗുലറുമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഡസിനെ നമ്മൾ ഡസിൻ്റെ പ്ലൂറൽ ഫോം ഏതാ? ഡു ആണ്. ഡു പ്ലൂറൽ, ഡസ് സിംഗുലർ. അപ്പോൾ they പ്ലൂറൽ ആയതുകൊണ്ട് ഡസിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഈ ഡസിനെ നമ്മൾ ഡു ആക്കി മാറ്റണം. അങ്ങനെ നമുക്ക് ആൻസർ ഏത് കിട്ടണം? ഡു they എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം വിചാരിച്ചേ, അതായത് എവിടെയെങ്കിലും ഡസിന് ശേഷം they വരുന്നുണ്ടെങ്കിൽ ആ ഡസ് നമ്മൾ എന്താക്കി മാറ്റണം? ഡു ആക്കി മാറ്റണം. ഡസ് they എന്നാണ് നമുക്ക് ടാഗ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അതെന്താണ്? ഡു ആക്കി മാറ്റണം. അടുത്തത് ഈസ് they എന്ന് വരുമ്പോഴും ഇതേപോലെ തന്നെ. കാരണം ഈസും theyയും ചേർന്ന് പോകില്ല. ഈസ് സിംഗുലറും they പ്ലൂറലുമാണ്. അതുകൊണ്ട് ഈസ് എന്തായി മാറും? അവിടെ ആറായി മാറും. അതുപോലെ ഹാസ് they എന്ന് വരുമ്പോഴും ഇതേ കാര്യം തന്നെയാണ്. ഹാസ് സിംഗുലറാണ്, they പ്ലൂറലാണ്. അപ്പോൾ ഹാസ് എന്തായി മാറണം? ഹാവ് ആയി മാറണം. ഹാവ് they എന്നായി മാറി. ഇതേപോലെ വാസ് വന്നാലും ഇതേപോലെ തന്നെ. വാസ് they എന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ സംശയം തോന്നും, അത് തെറ്റാണ്. വാസിനെ എന്താക്കി മാറ്റണം? വേറാക്കി മാറ്റണം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഒന്ന് ഓർത്തിരുന്നോളുക. നമുക്ക് തന്നെ ആൻസർ കിട്ടാൻ എളുപ്പമുണ്ട്. നമ്മൾ ചെയ്തു വരുമ്പോൾ ഡസ് they എന്നൊരു ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഡസ് സിംഗുലർ ആയതുകൊണ്ട് ദയോട് കൂടി ചേർന്ന് പോകില്ല. ആ ഡസിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഡു ആക്കി മാറ്റണം. നമ്മളിവിടെ ചെയ്തത് അത് തന്നെയാണ്. ഇനി ചിലപ്പോൾ ചെയ്തു വരുമ്പോൾ ഈസ് വരുന്നതെങ്കിൽ ഈസ് they എന്നുള്ളത് തെറ്റാണ്. they ഈസ് എന്നല്ല, നമ്മൾ they ആരെന്നാണ് പറയാറ്. അതുപോലെ ഹാസ് they ഹാസ് എന്നല്ല, they ഹാവ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാസ് they വാസ് എന്നോ പറയാറില്ല, they വേറാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നോളുക. ഇനി ഇതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഡു they എന്നുള്ളതാണ് ആൻസർ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഇതേ രീതിയിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഒന്ന് ചെയ്യാൻ നോക്കിക്കേ. നൺ ഓഫ് ദം ഹാസ് പാസ്റ്റ്. നൺ ഓഫ് ദം ഹാസ് പാസ്റ്റ്. ഹാസ് they ഉണ്ട്, ഹാസിൻ്റെ they ഉണ്ട്, ഹാവ് they ഉണ്ട്, ഹാവിൻ്റെ they ഉണ്ട്. ഏതായിരിക്കും ആൻസർ? 10ാമത്തെ ചോദ്യമാണ്, നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ ചോദ്യത്തിൻ്റെ അതേ മാതൃകയിലുള്ള ചോദ്യമാണ്. ലാബ് അസിസ്റ്റൻ്റ് 2015 ചോദിച്ച ചോദ്യമാണ്. ഉത്തരം ഏതായിരിക്കും? ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയേ. കിട്ടിയോ? നോക്കാം നമുക്ക്. നൺ ഓഫ് ദം ഹാസ് പാസ്റ്റ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോക്കി ഇവിടെ ഏതാണ്? ഓക്സിലറി ഉണ്ടോ? ഓക്സിലറി നോക്കാൻ പോയാൽ ഓക്സിലറി കിട്ടും. ഏതാണ് ഓക്സിലറി? ഹാസ് എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഓക്സിലറി ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. ഹാസ് ഓക്സിലറി കിട്ടി. അടുത്തത് സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യം ഓക്സിലറി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെയിൻ വെർബ് എടുത്തു. ഓക്സിലറി ഉണ്ടെങ്കിൽ ഓക്സിലറി എടുത്താൽ മതി, മെയിൻ വെർബിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഓക്സിലറി അല്ലെങ്കിൽ ഓക്സിലറി ഉണ്ടെങ്കിൽ ഓക്സിലറി എടുത്തു. ഓക്സിലറി ഹാസ് ആണ്. രണ്ടാമത്തെ കാര്യം, ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നൺ എന്ന വാക്ക് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ട് ചേർക്കുന്നില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഏതാണ്? നൺ ഓഫ് ദം ആണ്. നണ്ണാണ്. നൺ ഓഫ് ദമിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? they ആണ്. അപ്പോൾ ആൻസർ ഏത് വരുന്നു? ഹാസ് they എന്ന് വരുന്നു. ഹാസ് they എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ they ഹാസ് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞതാണ്, വരില്ല. ഹാസും ദയും വരില്ല. they പ്ലൂറൽ, ഹാസ് സിംഗുലർ. അങ്ങനെ വരുമ്പോൾ ഈ ഹാസ് എന്തായി മാറണം? ഹാസിനെ നമ്മൾ ഹാവ് ആക്കി മാറ്റണം. കാരണം ഹാവ് പ്ലൂറലാണ്, ദയും പ്ലൂറലാണ്. അതുകൊണ്ട് ആൻസർ ഏത് വരും? ഹാവ് they എന്ന് ആൻസർ വരും. ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ അതിൻ്റെ 10ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഹാവ് they എന്നാണ്. 2015 ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വന്നിരുന്ന ചോദ്യമാണ്. അപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നൊരു ചോദ്യം കിട്ടിയാൽ ഇത്രയേ ഉള്ളൂ. 3 സ്റ്റെപ്പ്, 3 കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആ ഓക്സിലറി വെർബ് എടുക്കുക. ഇനി ഇതുപോലെ ഓക്സിലറി ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ എന്ത് വേണം? അതിലെ മെയിൻ വെർബ് എടുത്ത് മെയിൻ വെർബിൽ നിന്നും ഓക്സിലറി നമ്മൾ ഫോം ചെയ്തെടുക്കുന്നു. അങ്ങനെയാണ് ട്രീറ്റ്സിൽ നിന്ന് നമ്മൾ ഫോം ചെയ്താണ് ഈ ഡു. ഓക്കെ, ട്രീറ്റ്സ് എന്ന വെർബ് ട്രീറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഡസ് കിട്ടി. ട്രീറ്റ് ആയിരുന്നെങ്കിൽ ഡു കിട്ടിയാണ്. ട്രീറ്റ് സിംഗുലർ ആണ്, പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഡു. ട്രീറ്റ്സ് സിംഗുലർ ആണ്, അതുകൊണ്ട് ഡസ് കിട്ടി. ഇനി അതുപോലെ സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ സബ്ജക്റ്റ് ആയി നിൽക്കുന്ന വാക്ക് ഏതാണ്? അതിന് പകരം ഉപയോഗിക്കുന്ന പ്രോനൗൺ. നോബഡിക്ക് പകരം they ആണ്, നണ്ണിന് പകരവും they ആണ് സബ്ജക്റ്റ് നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തു വരുമ്പോൾ ഈ 4 കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോവും. ആ തെറ്റിപ്പോകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അറിയാൻ മേലാത്ത ആളുകൾ ഇതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഈ 4 കാര്യങ്ങൾ ഇങ്ങനെ
വന്നാൽ അത് തെറ്റാണെന്ന് ഓർക്കുക, അതിന് ഈ രീതിയിൽ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ആദ്യ ഭാഗത്തെ 10 ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ 10 ചോദ്യങ്ങൾ കൊണ്ട് ഓരോ ടോപ്പിക്കും പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായെങ്കിൽ, നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ലഭിച്ചു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് എത്തിക്കുക, ഷെയർ ചെയ്ത് സഹായിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എനർജി. കൂടുതൽ ക്ലാസ്സുകളുമായി, കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ബൈ.